എൻ്റെ പേര് വാസു. കീഴ്പള്ളി, ഇരട്ടി കീഴ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആദ്യം ഒരു ചിക്കൻ ഗുനിയ പിടിച്ചൊരു 10 വർഷത്തിന് മുമ്പ് ചിക്കൻ ഗുനിയ പിടിച്ച് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ ഒരു ആടിയുള്ള കണ്ടീഷനിലായിരുന്നു വന്നിട്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടുന്ന് വന്ന് ഇംഗ്ലീഷ് ഗുളിക, ഒരു വിറ്റാമിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വലിയ ക്ഷീണമില്ലാണ്ട് അങ്ങ് പോകും. ഇത് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലോട്ട്. എനിക്കറിയാവുന്ന ആയുർവേദ മരുന്നുകൾ കഴിച്ചപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. അമ്മ പറഞ്ഞു തന്നുള്ള മരുന്നുകളെല്ലാം വാങ്ങിച്ച് കഴിച്ചു, ഒരു ഗുണവും കിട്ടില്ല. എല്ലാം പഴയ അവസ്ഥയിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിൻ്റെ പുസ്തകങ്ങളും കുറച്ച് പുസ്തകങ്ങൾ, സുജീതം പുസ്തകങ്ങൾ കിട്ടി. അതിനുശേഷം കുറച്ച് റേഡിയോയിലുള്ള ക്ലാസ്സുകൾ എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് ഞാൻ പ്രകൃതിയിലോട്ടൊരു പെട്ടെന്നൊരു ചാഞ്ചാട്ടം. 5-ാമത്തെ ദിവസത്തെ എനിക്ക് എഴുന്നേറ്റ് നടക്കാറായി. 5-ാമത്തെ ദിവസം എനിക്ക് നടക്കാൻ തന്നെ ഭയങ്കര വിഷമമായിരുന്നു. വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകണമെങ്കിൽ ഭയങ്കര വിഷമത്തിലിരുന്ന് ഞാൻ 5-ാമത്തെ ദിവസം സുഖമായിട്ട് ഞാൻ നടന്നു പോകാം. ചെയ്തത് പ്രത്യേകിച്ചൊന്നുമില്ല. ഭക്ഷണം മുഴുവൻ അങ്ങ് മാറ്റി. ചായ കാപ്പി കഴിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പാക്കറ്റ് പൊടികൾ ഒഴിവാക്കി. പിന്നെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറി എടുത്തിട്ട് അതായത് ചുവന്നമുളക്, ഉള്ളിയൊന്നും എല്ലാം ഒഴിവാക്കിയിട്ട്, ഉള്ളി ഒഴിവാക്കി. കാരണം അതും പ്രകൃതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതും ഞാൻ ഒഴിവാക്കി. കാരണം അതിന് നേരത്തെ എനിക്കറിയാമായിരുന്നു, ഇതിനൊക്കെ മുമ്പേ അറിയാം ഉള്ളി മോശമാണെന്ന്. അപ്പോൾ ഉള്ളി ഒഴിവാക്കി, മറ്റുള്ള കൃത്രിമങ്ങളെല്ലാം ഒഴിവാക്കി. വെറും പച്ചക്കറി, അതിനകത്ത് കുറച്ച് തേങ്ങയും കുറച്ച് മുളകും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒരു സാമ്പാർ പോലെയാക്കി അതും കഴിക്കും. വൈകുന്നേരം കുറച്ച് സലാഡാക്കിയിട്ട് പച്ചക്കറിയും കുറച്ച് പഴം സലാഡാക്കിയിട്ട് കുറച്ച് തേനോ അല്ലെങ്കിൽ തേനില്ലാതെ അത് കഴിക്കും. രാവിലെ പഴം 1-2 പഴവും ഒരു 2 കഷ്ണം കൂട്ടും. ഇത്രയും ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. ഇത് സുഖമായിട്ട് രോഗം മുഴുവൻ മാറി. 5-ാമത്തെ ദിവസം ഞാൻ സുഖമായിട്ട് നടന്നു. ഒരു ക്ഷീണമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. 5-ാമത്തെ ദിവസം നടന്നു. പിന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം 1.5 വർഷം ഞാൻ ഇരുന്നതിന് ശേഷമാണ്. 1.5 വർഷം അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആയുർവേദ മരുന്നെല്ലാം പ്രയോഗിച്ചിട്ട് എനിക്ക് ഒരു കുറവും കിട്ടിയില്ല. പിന്നീട് ഇതെല്ലാം കഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി, അമ്മ പറഞ്ഞു തന്ന മരുന്ന് കഴിച്ചിട്ട് കുറയാത്തതിൻ്റെ കാരണം ഇതിനകത്ത് മുഴുവൻ കെമിക്കലുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ അതിന് ഉള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും കുറേ മാറി. അപ്പം കെമിക്കലുള്ള ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നു, അത് തന്നെ. അത്യാവശ്യം ചില്ലറ ചികിത്സയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ഞാൻ പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഊർജ്ജ പഠിച്ചു. ഊർജ്ജ പഠിച്ച് ഒരുപാട് രോഗങ്ങളെല്ലാം സുഖപ്പെടുത്താറ്. അപ്പോൾ എനിക്കൊന്ന് വന്നൊരവസ്ഥ മറ്റൊരാൾക്ക് വരരുത്. ഇതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ ഇപ്പോൾ തീവ്രമായിട്ട് പരിശ്രമിക്കുക. ഇന്ന് പേസ്റ്റും സോപ്പും എല്ലാം ഒഴിവാക്കി. സോപ്പ് തേക്കിയല്ല, പേസ്റ്റ് ഉപയോഗിക്കാതെ. പിന്നെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. കാരണം അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് കുറച്ച് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുടുംബത്തോടെ പ്രകൃതിയിലോട്ട് പൂർണ്ണമായിട്ട് വരാൻ. പിന്നെ ഒറ്റയടിക്ക് ഇതെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെപ്പോലെ എല്ലാവരും വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് കുറച്ചൊരു സാവകാശം. കീപ്പള്ളി പാലരഞ്ഞാലെന്നുണ്ട്. കീപ്പള്ളി ഇവിടെ ഇരിട്ടിന്ന് 14 കിലോമീറ്റർ ഉണ്ട്. കീപ്പള്ളി കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് 55 കിലോമീറ്റർ 56 കിലോമീറ്ററോളം. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ 9 വർഷം 10 വർഷമായിട്ടായി. പിന്നെ ചില്ലറ വിഷമങ്ങൾ വരുന്നുണ്ട്. കാരണം കഴിക്കുന്നത് കെമിക്കലാണല്ലോ സാറേ കിട്ടുന്നത്. ഇപ്പം കിട്ടുന്ന പ്ലാസ്റ്റിക് അരിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഈ പ്ലാസ്റ്റിക് അരിയൊക്കെ അബദ്ധവശാൽ കിട്ടുന്നുണ്ട്. അത് കഴിച്ച് കഴിയുമ്പോൾ വയറ് കമ്പിക്കും, അന്നേരം പ്രശ്നങ്ങളുണ്ടാക്കും. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. പ്ലാസ്റ്റിക് ഏരിയൊക്കെ ഒഴിവാക്കി പറ്റിയായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതൊന്നും നമുക്ക് ഒഴിവാക്കി കിട്ടുന്നില്ലല്ലോ. അതെല്ലാം ഇതിന് അനുമതിയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം.